എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്പെഷ്യൽ രുചിയിലുള്ളൊരു ചിക്കൻ പോക്ക് ബോളിൻ്റെ റെസിപ്പി നോക്കാം. ചിക്കൻ പോക്ക് ബോൾ എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം കൂടി ഒന്നിച്ച് വരുന്നൊരു ബോളാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതൊരു വിയറ്റ്നാമി സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 2 ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉപ്പാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ നാരങ്ങ നീരാണ്. പിന്നെ കുറച്ച് കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വൈറ്റ് പെപ്പർ ആയാലും മതി. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ടെറിയാക്കി സോസാണ് എടുത്തിരിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് സോയ സോസും എടുക്കാവുന്നതാണ്. കുറച്ച് പാപ്രിക്ക കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് മുളക് പൊടി ആയാലും മതി. 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് ഉള്ളിപ്പൊടിയും അതുപോലെ തന്നെ വെളുത്തുള്ളിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ വീതം ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പകരം കുറച്ച് വെളുത്തുള്ളി ഒന്ന് അരച്ചിട്ട് ചേർത്താലും മതി. ഇഞ്ചി ചേർക്കണ്ട. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ 1-2 ടീസ്പൂൺ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. അടച്ച് വെച്ചിട്ട് നമുക്കിത് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് നന്നായിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അത് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കൊരു ഡ്രസ്സിങ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. നമ്മളിത് മൊത്തം കൂടെ ഇതിലൊഴിക്കില്ല. നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വൈറ്റ് വിനീഗറാണ് ചേർക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ തേനും കൂടി ചേർക്കുന്നുണ്ട്. നല്ലൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഫിഷ് സോസും കൂടെ ചേർക്കുന്നുണ്ട്. ഇത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചേർത്ത ടെറിയാക്കി സോസിൽ നിന്നും 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് സോയ സോസ് ചേർത്താലും മതി. സോസ് ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗാർലിക് പൗഡറും അതുപോലെ തന്നെ കുറച്ച് വൈറ്റ് പെപ്പറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ തലേദിവസം ഉണ്ടാക്കിയ എണ്ണയില്ലാത്ത ചിക്കൻ ബിരിയാണിയാണിത്. അപ്പോൾ എണ്ണയില്ലാത്ത ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. അപ്പോൾ അതിൽ നിന്ന് ഒരു 2.5 ടേബിൾ സ്പൂൺ റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കാർബ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത ഒരു വലിയ പിടി ക്യാരറ്റ്, അതുപോലെ തന്നെ കുറച്ച് ഐസ്ബർഗ് ലെറ്റസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാലഡിനൊക്കെ എടുക്കുന്ന കുക്കുംബറും എടുത്തിട്ടുണ്ട്. അത് വളരെ തിന്നായിട്ട് നീളത്തിലരിഞ്ഞതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വൈറ്റും ഗ്രീനും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് സവാള ഒരുപാട് കൂടണ്ട, വളരെ കുറച്ച് നീളത്തിലരിഞ്ഞതും കൂടി മുകളിൽ ഒന്ന് വിതറി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ചിക്കനൊക്കെ നമ്മൾ വളരെ എണ്ണ കുറച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. പക്ഷേ സോസുകൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രസ്സിങ് കുറേശ്ശായിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി. ഇനി നമ്മൾ വിയറ്റ്നാമീസ് പോക്ക് ബോളിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കപ്പലണ്ടി ഒന്ന് ക്രഷ് ചെയ്തത് അവർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ കപ്പലണ്ടി എന്ന് പറയുമ്പോൾ വറുത്ത കപ്പലണ്ടി നമ്മൾ ഇടികല്ലിട്ട് ഒന്ന് ഇടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നല്ല എരിവുള്ള ചുവന്ന മുളക് വളരെ തിന്നായിട്ട് അരിഞ്ഞതും കൂടി വെച്ചാൽ പോക്ക് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുമ്പം ഈ ഹെൽത്തി ഓപ്ഷൻസ് നോക്കുമ്പോൾ ഉള്ളൊരു ഓപ്ഷനാണ് ചിക്കൻ പോക്ക് ബോൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കഴിക്കാറുള്ളൊരു വിയറ്റ്നാമീസ് റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എൻ്റേതായ സ്റ്റൈലിൽ ഞാൻ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഒരു തവണ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.